മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും അവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം കൂടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സൊക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട തിയേറ്ററിലടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അപ്പോൾ ഒരു ചേട്ടാ ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന ഇപ്പോൾ റേച്ചലായാലും പൊങ്കാലയിലും അതിനൊക്കെ ഈ പറഞ്ഞൊരു ചെറിയ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്, ബേസിക് അതിൻ്റെ ബിഹേവിയറിൽ തന്നെ അതുണ്ടല്ലോ. അപ്പോൾ പണ്ടോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിസിക്ക് ആ ക്യാരക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്? അതിപ്പോൾ നേരത്തെ ബാസിയോട് ചോദിച്ച ചോദ്യത്തിന് വെച്ചാൽ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ സിനിമകളിൽ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നില്ല. നമ്മൾ ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും നമുക്കാകെ 10-14 റിലീസ് സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് 35-36 ആ കാലഘട്ടത്തിൽ 90കളിൽ. ഇപ്പോൾ നമുക്കിവിടെ 100 സെൻറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് 1000 ആയിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്? ഈ തമാശ പടങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകാൻ കാരണം ചിലവ് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. തമാശ നല്ല ഡയലോഗ് കൗണ്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചോളും, പടം ഫുള്ളാവും. പക്ഷെ ഒരു ആക്ഷൻ പടം എടുക്കണമെങ്കിൽ കാശ് ചിലവാക്കണം. മനസ്സിലായില്ല? നല്ല കൊറിയോഗ്രാഫർ വേണം, നല്ല ഫൈറ്റേഴ്സ് വേണം, പ്രോപ്പർട്ടി നശിക്കണം. മനസ്സിലായില്ലേ? എത്രയും നാളാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഫിയറ്റും ഹെറാൾഡ് കാറൊക്കെ വെച്ചായിരുന്നു ഇവിടെ കാറൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ബെൻസും അതിലൊക്കെയാണ് ജനം കൊടുത്ത കാശ് മുതലാകണം. നമ്മളിപ്പോൾ 150 രൂപ എടുത്ത് ഒരു ആക്ഷൻ പടം കാണുമ്പോൾ നമുക്ക് അതിന് തോന്നുന്നത് കൊള്ളാം. ഇവിടെ പണ്ട് നമ്മളൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് ഗ്ലാസ് തന്നെ വാങ്ങുന്നത് കഷ്ടമാണ്. മനസ്സിലായില്ലേ? എൻ്റെയൊക്കെ ഈ കൈയൊക്കെ ഇതായത് ഞാൻ ടാറ്റു അടിക്കാൻ തന്നെ കാര്യം അങ്ങനെയാണ്. കാരണം പ്രൊഡ്യൂസർ അന്ന് 10,000 രൂപ ആണ് ഒരു ഈ ഷോ ഗ്ലാസ്സിനെങ്കിൽ അത് ആർട്ട് ഡയറക്ടർക്ക് കൊടുത്ത് ആർട്ട് ഡയറക്ടർ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അത് വാങ്ങിച്ച് വരുമ്പോൾ 3000 രൂപ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. അത് ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ വരണല്ലാണ്ട് പൊട്ടൂല. അപ്പോൾ ആ കാലത്തിൽ നിന്നൊക്കെ മാറിയ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആക്ഷൻ പടങ്ങൾക്ക്. അതിനൊക്കെ ഏറ്റവും വലിയ കാര്യം ഈ ബാസിയുടെ ഒക്കെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഞാനത് എടുത്ത് പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പടങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ തിയേറ്ററുകളൊന്നും കിട്ടാത്തത്, പ്രത്യേകിച്ച് ഉദയം കോംപ്ലക്സ് അതുപോലുള്ള തിയേറ്ററിലൊന്നും കിട്ടാറില്ല. ഈവൻ മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും അവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം കൂടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സൊക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട തിയേറ്ററിലടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അത് നമ്മൾ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം മലയാളത്തിൻ്റെ ലെവൽ എന്താണെന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ആ കൊറോണ സമയത്ത്. കാരണം എല്ലാവരും ഇരുന്ന് ഈ പടങ്ങൾ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ മഹത്വം മനസ്സിലായത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇനി മലയാളം പടങ്ങൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ മറ്റുള്ള ഭാഷകൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ 4 ഇൻവെസ്റ്റ് ചെയ്താൽ ഗംഭീര വിജയം കൊയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നാൽ തന്നെ ഇത് വെറുതെ ഒരു 11 ഇടി പണ്ട് നമ്മുടെ പടങ്ങളിലുണ്ടായിരുന്നു. ബാബുവാനിയുടെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 16 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അനിൽ ബാബുവിൻ്റെ ഒരു പടമുണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, 16 ഫൈറ്റ് അതിനകത്ത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇതല്ല ഇത്. പക്ഷെ ഇതൊരു ഈ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. എല്ലാം ഈ പറയുന്ന പോലെ അടിയും ഇടിയും ബഹളമൊക്കെ ആണെങ്കിലും അത് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ ചിലവുണ്ട്. പിന്നെ ഇപ്പം എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഇപ്പം ഫിസിക്ക് എങ്ങനെ കൊണ്ടു കിടക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടൊക്കെ ഇപ്പോൾ പിടിച്ചു നിൽക്കണ്ടേ. ഇപ്പോൾ ഈ പറയുന്ന ഹണീബി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു അല്ലേ? 10 അല്ലല്ലോ, 12 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇനിയും അതുപോലെയൊക്കെ വരുമ്പോൾ ഇവരുടെ സഹോദരനായിട്ടോ അല്ലെങ്കിൽ അപ്പനായിട്ടോ അപ്പനായിട്ടോ ഒക്കെ ഇങ്ങനെ പോകണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആഴ്ച ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ കസരത്ത് കാണിച്ചില്ലെങ്കിൽ എനിക്കെന്തോ അസുഖം വന്ന പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു.